ഡിയർ സ്ലേസ് മാർട്ടിയാണേ. ഇപ്പോൾ ജൂൺ 24 നമ്മൾ +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനിയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് കുട്ടികൾക്കല്ലേ, ഭൂരിഭാഗം കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിക്കാണും. അപ്പോൾ ഇനിയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ വെറിയിടാവേണ്ട ആവശ്യമൊന്നുമില്ല. ജൂൺ 24 മുൻപ് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടും. സപ്പോസ് ആർക്കെങ്കിലും തേർഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. 24 ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും സ്പോട്ട് അഡ്മിഷനൊക്കെ വരാനുണ്ട്. അപ്പോൾ എങ്ങനെയാലും സ്പോട്ട് അഡ്മിഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിച്ച സീറ്റ് തന്നെ കിട്ടും. ഓക്കെ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പക്ഷേ ഈ വർഷമായിരിക്കും ജൂൺ 24 ഇത്രയും നേരത്തെ ക്ലാസ് തുടങ്ങുന്നത്. സാധാരണ ജൂലൈ പകുതിയിലോ ജൂലൈ അവസാന വാരമൊക്കെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഈ വർഷം ജൂൺ 24 തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കെന്തുണ്ടാവും, ഓണം എക്സാമൊക്കെ നമുക്ക് പ്രതീക്ഷയാവുന്നതാണ്. സാധാരണ +1 വിദ്യാർത്ഥികൾക്ക് ഓണം എക്സാമൊന്നും നടത്താറില്ല. ലാസ്റ്റ് ടൈമായിരിക്കും, ഓണത്തിനോട് അടുത്തായിരിക്കും അവർക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാം, അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല, നേരത്തെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഓണം എക്സാമൊക്കെ ഉണ്ടാവും. ഓക്കെ. അതുകൊണ്ട് സ്പോട്ട് അഡ്മിഷനും സപ്ലിമെൻ്ററി അഡ്മിഷനൊക്കെ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ സ്കൂളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ 1-2 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏകൻ്റെ ചാനലൊക്കെ വിസിറ്റ് ചെയ്യുക. അതിൽ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാ മക്കൾക്കും എന്ത് ചെയ്യും, നിങ്ങൾ ആഗ്രഹിച്ച സീറ്റ് തന്നെ കിട്ടും, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ.